സംഘടനയെ സംബന്ധിച്ച്, അത് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിന്റെ വാർഷിക റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് KSU എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് മാത്രമായിരിക്കും. ഒരെണ്ണ സമരത്തിന് ശേഷം ഓണത്തിന് ഒരു നെല്ല് എന്ന പദ്ധതിയിലൂടെ വളരെ ക്രിയാത്മകമായ, നിർമ്മാണാത്മകമായ, സർഗാത്മകമായ രാഷ്ട്രീയം KSUവിന്റെ രാഷ്ട്രീയമത. KSRTCക്കും കാക്കിയിട്ട പോലീസുകാരനും കല്ലെറിയൽ മാത്രമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം, മറിച്ച് ക്രിയാത്മകമായ, നിർമ്മാണാത്മകമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തവരാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ മോഡൽ ക്യാമ്പസുകളായിരുന്നത് 1970കളിലും 60കളിലുമാണ്. ഇന്ന് നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ രക്ഷിതാക്കളോട് നിങ്ങൾ ചോദിക്കും. ഇന്ന് പൊതുസമൂഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വെറുപ്പോടെയാണ് കാണുന്നത്. മാധ്യമങ്ങൾ എതിരാ, പൊതുസമൂഹം എതിരാ. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പൊതുസമൂഹം നെഞ്ചിലേറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് 70കളിലെ ക്യാമ്പസാണ്. അത് കേരളത്തിന്റെ മോഡൽ ക്യാമ്പസാണ്. ആ ക്യാമ്പസിന്റെ പ്രത്യേകത എന്താ? അത് KSUവിന്റെ ക്യാമ്പസാണ്. KSU മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ കേരളത്തിലെ ക്യാമ്പസുകൾ സർഗാത്മകമായിരുന്നു, രചനാത്മകമായിരുന്നു, കാവ്യാത്മകമായിരുന്നു, സർഗാത്മകമായിരുന്നു, സംഗീതാത്മകമായിരുന്നു. ആ കാലഘട്ടത്തെ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മാധ്യമങ്ങളും പൊതുസമൂഹവും നെഞ്ചിലെത്തിയിരുന്നു. അന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നത് കഥകളും കവിതകളുമാണ്. ഇന്ന് കേരളത്തിൽ